ഇന്ന് ഞാൻ ഒരു ഷോർട്ടായിട്ട് പറയാൻ പോകുന്ന ഡയബറ്റിസ് മെലൈറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ സാധാരണക്കാരിൽ പഞ്ചസാരയുടെ അസുഖം അല്ലെങ്കിൽ ഷുഗർ എന്നറിയപ്പെടുന്ന ഈ രോഗം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ഇപ്പം ചെറുപ്പക്കാരിലും ഇതിപ്പം ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ വന്ന മാറ്റങ്ങളാണ്. അതുപോലെ പാരമ്പര്യം ഇതിനുള്ള ഒരു കാരണമാണ്. സ്ട്രെസ്, അതായത് മാനസിക പിരിമുറുക്കം, ഇത് ഒരു കാരണമാണ്. നമ്മളെ തെറ്റായ ജീവിതശൈലി, തെറ്റായ ഭക്ഷണം, ശരിക്കുള്ള പോഷണം ഇല്ലായ്മ, പിന്നെ വ്യായാമക്കുറവ്, ഇതെല്ലാം ഇന്ന് പ്രമേഹം എന്ന അസുഖത്തെ വളരെയധികം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയർ അബൌട്ട് 23.9% രോഗികൾ ഇന്ന് കേരളത്തിൽ ഒരു പ്രമേഹം മൂലം സഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അമിതമായ ക്ഷീണം, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള രാത്രിയൊക്കെ എണീച്ച് മൂത്രമൊഴിക്കാൻ തോന്നുന്ന അമിതമായ വിശപ്പ്, ദാഹം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായുള്ള ലക്ഷണങ്ങൾ. മുറിവ് ഉണങ്ങാൻ കാലതാമസം, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഇത് ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്നുള്ള കണ്ടീഷൻ പിന്നെ പല അവയവങ്ങളെ ബാധിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അതായത് കണ്ണിനെ ബാധിക്കുമ്പോൾ അത് ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറയും. ഞരമ്പിനെ ബാധിക്കുമ്പോൾ പെരിഫറൽ ന്യൂറോപ്പത്തി, കിഡ്നിയെ ബാധിക്കുമ്പോൾ അതിന് ഡയബറ്റിക് നെഫ്രോപ്പത്തി. അങ്ങനെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന വളരെ ഒരു സങ്കീർണമായുള്ള രോഗമാണ് പ്രമേഹം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി ഇതിനെ നമ്മൾ പ്രതിരോധിക്കുമെങ്കിൽ നമുക്കിത് ഒരുവിധം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. ഇതിനൊരു പൂർണ്ണമായ ഒരു ചികിത്സ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ നേരത്തെ തന്നെ കണ്ടെത്തി ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആയുർവേദത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായ രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. ആയുർവേദത്തിൽ അസുഖം വരുന്നത് ചികിത്സിക്കുന്നതിനേക്കാളും ഉപരി അത് വരാതെ ഇരിക്കാൻ വേണ്ടിയുള്ള മാർഗം ആണ് ആയുർവേദത്തിൽ പറയുന്നത്. അതിൽ ദിനചര്യ, ഋതുചര്യ, ഇതൊക്കെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ദിനചര്യാക്രമങ്ങളിൽ നമ്മൾ നിത്യമായി രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പാലിക്കേണ്ട ജീവിതശീലങ്ങൾ ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഋതുചര്യയിൽ ഓരോ ഋതുകൾ മാറുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ കഴിക്കണം, എങ്ങനെ നമ്മുടെ ജീവിതം ശീലിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഋതുചര്യ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് യാതൊരു അസുഖവും വരത്തില്ല. ഇതിൻ്റെ ആയുർവേദത്തിൽ നമുക്ക് ഫലപ്രദമായ മരുന്നുകൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുണ്ട്. കഷായ ചൂർണങ്ങളുണ്ട്, അതുപോലെ പൊടികളുണ്ട്, ഗുളികയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വ്യായാമം അഡ്വൈസ് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഒരു വ്യായാമം, ഒരു അരമണിക്കൂർ നടക്കുക, അതൊരു നല്ല വ്യായാമമാണ്. പിന്നെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനായി നമുക്ക് ആയുർവേദത്തിൽ യോഗ പറയുന്നുണ്ട്. യോഗ ചെയ്യാം. നല്ല ഉറക്കം അത്യാവശ്യമാണ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്. ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ജീവിത രീതികൾ നമ്മൾ ശീലിച്ചാൽ നമുക്ക് പ്രമേഹം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.